ഹായ് ഓൾ, മെയ് 3-ാം തീയതി നടന്ന നമ്മളുടെ നീറ്റ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയതിന്റെ പേരിൽ ക്യാൻസൽ ആക്കുകയും ഒരു നീറ്റ് എക്സാമിനേഷൻ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നത് NTA ഒഫീഷ്യലായിട്ട് അറിയിച്ചിരിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു. കുട്ടികളെയും പേരൻസിനെയും ടീച്ചേഴ്സിനെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇത്രയും സീരിയസ് ആയിട്ടുള്ള നാഷണൽ ലെവലിൽ നടക്കുന്ന ലക്ഷക്കണക്കിന് കുട്ടികൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു എക്സാമിനേഷനിൽ എങ്ങനെയാണ് ഇങ്ങനെയുള്ള വീഴ്ചകൾ വരുന്നത് എന്നത് തന്നെയാണ് നമ്മൾ എല്ലാവരും ആലോചിക്കുന്നത്. ഒരു ഈസി ടു മോഡറേറ്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. കുട്ടികൾ എല്ലാവരും ഒന്ന് റിലാക്സേഷൻ മോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എക്സാമിനേഷൻ്റെ ടെൻഷൻ എല്ലാം കഴിഞ്ഞ് അപ്പോഴാണ് പെട്ടെന്ന് ഇതുപോലെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് നമ്മളുടെ മുൻപിലേക്ക് വരുന്നത്. പക്ഷെ നമുക്ക് ഒരിക്കലും വാശി പിടിക്കാൻ പറ്റത്തില്ല. ലൈഫിൽ എപ്പോഴും ഫേവറബിൾ ആയിട്ടുള്ള ഹാപ്പി കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുമെന്ന്. ഇങ്ങനെയുള്ള അൺഎക്സ്പെക്റ്റഡ് കാര്യങ്ങളൊക്കെ സംഭവിക്കും. നമ്മളത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ആകാൻ പോകുന്ന കുട്ടികളാണ്. അപ്പം ഇങ്ങനെയുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കേസസ് ഒക്കെ നമ്മളുടെ ലൈഫിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായേക്കാം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു റീനീറ്റ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കും എന്നത് 100% ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇനി നടക്കാൻ പോകുന്ന നീറ്റ് എക്സാമിനേഷൻ ഈസി ആയിരിക്കോ ടഫ് ആയിരിക്കോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ആക്ച്വലി നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഓൾറെഡി എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈസി ടു മോഡറേറ്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. എന്നാലും ഇതിൽ 2 സെറ്റ് ഓഫ് കുട്ടികളാണുള്ളത്. ഫസ്റ്റ് കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് നല്ലപോലെ സ്കോർ ചെയ്ത സ്റ്റുഡൻസ് ആണ്. ഒരുപാട് കുട്ടികൾക്ക് 650+ 700 എബോവ് ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കഷ്ടപ്പെട്ട് വളരെ ഹാർഡ് വർക്ക് ചെയ്ത് ജെന്യൂൻ ആയിട്ട് സ്കോർ ചെയ്ത ഒരു സ്കോറാണിത്. ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ലീക്ക് ആയിരിക്കുന്നത്. അപ്പോൾ 720/720 സ്കോർ ചെയ്തിരിക്കുന്ന എത്രമാത്രം കുട്ടികൾ ഉണ്ടായിരിക്കും എന്നതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഈ എക്സാമിനേഷൻ ക്യാൻസൽ ആക്കിയില്ലെങ്കിൽ അഡ്മിഷൻ നടക്കുമ്പം ഓരോ മെഡിക്കൽ കോളേജസിലും അഡ്മിഷൻ എടുത്ത് അവിടെ ഡോക്ടറായി വരാൻ പോകുന്നത്, പുറത്തിറങ്ങാൻ പോകുന്നത് അർഹതപ്പെടാത്ത എത്രയോ ഫേക്ക് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും. അതൊരിക്കലും നല്ല ഒരു കാര്യമല്ല. നിങ്ങളുടെ ചാൻസ്, നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ച് കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നേടിയ ഈ സ്കോറ് വെറുതെ ആവുകയും നിങ്ങളൊരു കോമാളികളാകുന്ന സിറ്റുവേഷനാണ് ഈ റീനീറ്റ് എക്സാമിനേഷൻ ക്യാൻസൽ ആക്കിയില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി നീറ്റ് എക്സാം ഒന്നും കൂടെ നടക്കുന്നു എന്നത് വളരെ നല്ല ന്യൂസാണ്. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത ആൾക്കാരാണ്. ഒരു നീറ്റ് എക്സാം കൂടെ നടന്നാലും നമ്മളെ പ്രൂവ് ചെയ്തു തന്നെ ഇരിക്കും. നിങ്ങൾ ഇത്രമാത്രം ആലോചിച്ചാൽ മതി. നമ്മളുടെ NTA നമുക്ക് ഫ്രീ ആയിട്ട് ഒരു മോഡൽ എക്സാം എഴുതാൻ ഒരു ചാൻസ് തന്നു. നമ്മളെല്ലാവരും എക്സാമിനേഷൻ സെൻറ്ററിൽ പോയിട്ട് ഫ്രീ ആയിട്ടൊരു മോഡൽ എക്സാം എഴുതി. ഇനിയാണ് റിയൽ ആയിട്ടുള്ള എക്സാം നടക്കാൻ പോകുന്നത്. ഒരു ദുർസ്വപ്നം നമ്മുടെ ലൈഫിൽ സംഭവിച്ചു. ആ ഒരു കഴിഞ്ഞ വീക്ക് നിങ്ങളത് മറന്നു കളഞ്ഞേക്കുക. റിയാലിറ്റി എന്ന് പറയുന്നത് ഇനിയും നീറ്റ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ഓൾമോസ്റ്റ് ഒരു മാസത്തോളം നമ്മൾ ഇനിയും ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും എന്നത് തന്നെയാണ്. ഇനി നെക്സ്റ്റ് കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. പല റീസൺസ് കാരണം നമ്മളുടെ എക്സാമിനേഷനിൽ എത്തിപ്പെടാൻ സാധിക്കാത്ത കുട്ടികൾ, പല അസുഖങ്ങളായിരിക്കും, അങ്ങനെ എത്തിപ്പെടാൻ സാധിക്കാതെ രജിസ്റ്റർ ചെയ്തിട്ടും എക്സാം എഴുതാൻ പറ്റാതെ പോയ കുറേ സ്റ്റുഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ റോൾ നമ്പർ പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റാത്ത സ്റ്റുഡൻസ് നമ്മളുടെ അടുത്ത് പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഇനി അതുകൂടാണ്ട് മറ്റ് പല റീസൺസ് കാരണം പ്രോപ്പറായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. മോഡൽ എക്സാം മുൻപ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റായിട്ട് കുറേ മിസ്റ്റേക്സ് എക്സാം ഹാളിൽ നിന്ന് വന്നതുകൊണ്ട് ലെസ് പെർഫോമൻസ് കാഴ്ചവെച്ച കുറച്ച് സെറ്റ് ഓഫ് കുട്ടികളുണ്ട്. ഏത് കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ല ഒരു ന്യൂസാണ്. അതായത് ഓഫ് കോഴ്സ് ഇതിൽ വിഷമമുണ്ട്. ഒബ്വിയസ്ലി നമ്മൾ കുറച്ചും കൂടി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ കൂടെ കടന്നു പോകണം. എന്നാലും ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് നമ്മൾ കാണുക. ഇങ്ങനെയുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മിസ്റ്റേക്സ് കൊണ്ടല്ല, നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ്. നമ്മൾ ആ റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യുക. ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മൾ പോസിറ്റീവ് ആക്കി മാറ്റുക എന്നത് മാത്രമേ, അല്ലെങ്കിൽ മുൻപോട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി അടിപൊളിയായിട്ട് ചെയ്യുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ നീറ്റ് എക്സാമിനേഷൻ, അതായത് ഇനി നടക്കാൻ പോകുന്ന നീറ്റ് എക്സാമിനേഷൻ ഈസി ആയിരിക്കോ ടഫ് ആയിരിക്കോ. പല പാറ്റേണിലാണല്ലേ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് 2025 നീറ്റ് എക്സാമിനേഷൻ വളരെ ടഫായിരുന്നു. അതിനു മുൻപ് 2024 കാലഘട്ടങ്ങളിൽ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കാണുകയും 720/720 സ്കോർ ചെയ്ത എത്രയോ കുട്ടികൾ അവിടെയും ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിച്ചൊരു വർഷമുണ്ടായിരുന്നു. അപ്പം ശരിക്കും ഇനി നടക്കാൻ പോകുന്ന റീനീറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഈസി ആകാനാണോ ടഫ് ആകാനാണോ സാധ്യത എന്ന് നമ്മൾ ആലോചിക്കുമ്പം
ഇപ്പോൾ ഓൾറെഡി ഏതൊക്കെ വർഷങ്ങളിൽ ഈസി ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നോ അപ്പോഴൊക്കെ എന്തെങ്കിലും കൈൻഡ് ഓഫ് പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടാവുന്നത്. ഇനി മാത്രമല്ല, ഒരു ഈസി ടു മോഡറേറ്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നടന്ന എക്സാമിനേഷനാണ് ഇനി വീണ്ടും ഒന്നും കൂടെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് വളരെ ടഫായിരിക്കും എന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും മുൻപ് നമ്മൾ എഴുതിയ മെയ് 3-ാം തീയതി നമ്മൾ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പറിനേക്കാൾ കുറച്ചും കൂടെ ടഫ് ആകാനാണ് സാധ്യത എന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എൻ്റെ ഒരു തോന്നലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ എഴുതിയ എക്സാമിനേഷനേക്കാൾ കുറച്ചും കൂടെ ഒന്ന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം. കുറച്ചും കൂടെ ഒന്ന് ടഫ് ആകാനുള്ള ഒരു സാധ്യത, എല്ലാ സാധ്യതകളും നമ്മളുടെ മുൻപിൽ കാണുന്നുണ്ട്. പക്ഷെ അതിലൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ മുൻപിൽ ഇനിയും സമയമുണ്ട്. നമ്മൾ റിലാക്സേഷൻ മോഡിലേക്ക് പോയി, അത് ശരിയാണ്. പക്ഷെ നമ്മൾ പഠിച്ചതൊന്നും മറന്നു പോയിട്ടില്ല. കുട്ടികൾക്കെല്ലാം ഏറ്റവും ടെൻഷൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പഠിച്ചെല്ലാം ഓൾറെഡി മറന്നുപോയി എന്നതാണ്. നമ്മൾ ഇത്രയും നാൾ അതിനെപ്പറ്റി ചിന്തിക്കാത്തത് കൊണ്ടാണ് ശരിക്കും നമ്മളൊന്നും മറന്നു പോയിട്ടില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ മറന്നിട്ടുണ്ടാവും, പക്ഷെ അതൊന്നും പൊടി തട്ടിയെടുക്കാനുള്ള സമയം നമ്മുടെ മുൻപിലുണ്ട്. സോ നമ്മൾ ഒട്ടും പാനിക് ആകാണ്ട് സംഭവിച്ചതെല്ലാം ആക്സെപ്റ്റ് ചെയ്യുക, ടെൻഷൻ അടിക്കാതിരിക്കുക. ഇനി നമ്മളുടെ നീറ്റ് എക്സാമിനേഷൻ വരുന്നത് വരെ നമ്മൾ ഒട്ടും തളരാണ്ട് വീണ്ടും മുൻപോട്ടേക്ക് തന്നെ പ്രിപ്പറേഷൻ മുൻപോട്ടേക്ക് തന്നെയാണ് നമ്മൾ തളരാതെ നമ്മൾ ഇനിയും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളുടെ എൻറ്റയർ PW ടീം എന്നും നിങ്ങളുടെ കൂടെയാണ്. സോ നിങ്ങളുടെ അടുത്ത എക്സാമിനേഷൻ നടക്കുന്നത് വരെ മാത്രമല്ല, നിങ്ങളൊരു MBBSന് ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നവരെ കംപ്ലീറ്റ് നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ എൻറ്റയർ PW ടീം കൂടെ ഉണ്ടായിരിക്കും. നമുക്ക് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്, സ്റ്റേ ഹാപ്പി.